എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 36 ഇഞ്ച് പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1.25 മീറ്റർ തുണിയാണുള്ളത്. വീതി 36 ഇഞ്ച്. ഇത് വന്നിട്ട് പഫ് സ്ലീവാണ്, 3/4 ആണ്. അതുകൊണ്ടാണ് തുണി കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് കട്ട് ചെയ്യാം. ആദ്യം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 15 ആണ്. അതിൻ്റെ പാതി 7.5 ഇഞ്ച് ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കഴുത്ത് വരച്ചതിന് ശേഷം അതിനനുസരിച്ചാണ് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ചാണ്. ഇറക്കം വന്നിട്ട് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെയും 3 ഇഞ്ച് തന്നെ കൊടുക്കാം. അതിനുശേഷം കഴുത്ത് വരച്ചെടുക്കാം. അപ്പോൾ 8.5 ഇഞ്ച് കഴുത്ത് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ചിട്ടാണ് ഷോൾഡർ ഒന്ന് കുറയ്ക്കേണ്ടത്. അതായത് ഷോൾഡർ ഇതേപോലെ ഷോൾഡറിൻ്റെ പാതി എടുത്തിട്ട് ഇതിൽ നിന്നാണ് കമ്മിയാക്കേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് വരുമ്പോൾ 1 ഇഞ്ചിന് 1/4 ഇഞ്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് കുറയ്ക്കണം. 1/2 ഇഞ്ച് ആകുമ്പോൾ 1 പോയിൻറ്റ്. അപ്പോൾ 2 ഇഞ്ച് 1 പോയിൻറ്റും ഇങ്ങോട്ട് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഷോൾഡർ വരുന്നത് 5.25 ഇഞ്ച് 1 പോയിൻ്റ് ആണ്. ഇത് തന്നെ താഴേക്ക് മാർക്ക് ചെയ്യുക. ആം ഹോള് ഇതിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് 16 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ആവശ്യമെങ്കിൽ നമുക്കിത് കൂട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ട് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് വരും. നമുക്കൊരു 1/2 ഇഞ്ച് ബാക്കിൽ ലൂസ് കൊടുക്കാം. അതിനുശേഷം 1.5 ഇഞ്ച്. വേസ്റ്റ് അതേപോലെ 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5. ബാക്കിൽ ടക്ക് ഉണ്ട്. അപ്പോൾ 1 ഇഞ്ച് ടക്കിന് വരും. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി നമുക്കിവിടെ ആം ഹോൾ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആം ഹോൾ വേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ ഇത് സിംഗിൾ ബ്ലൗസ് ആയതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാം. അപ്പോൾ 16. അപ്പോൾ അതിൻ്റെ പകുതി 8.25 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വേണ്ടത്. ഇത് ഷോൾഡർ ചെറുതായതുകൊണ്ട് ഇവിടെ നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അളന്നെടുക്കാം. ഇത് 1 പോയിൻ്റാണ് കൂടുതലുള്ളത്. അത് കുഴപ്പമില്ല, അത് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് വന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് അധികം ഇടാം. ഇവിടെ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങോട്ട് നമുക്കൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3/4 ഇഞ്ച് അധികം മാർക്ക് ചെയ്യുക. ഇവിടെ ബോട്ടത്തിൽ നമുക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്ക് ഇറക്കം 6 ഇഞ്ചാണ്. ഇവിടെ നമുക്കൊരു 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3 ഇഞ്ച് തന്നെ കൊടുക്കാം. ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫ്രണ്ടിൽ നെക്ക് ഇതേപോലെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് വന്നിട്ട് 36, അതിൻ്റെ 4 ഭാഗം 9, 1/2 ഇഞ്ച് ലൂസ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 3/4 ഇഞ്ച് ഇവിടെ പ്രിൻസസ് കട്ട് വരുമ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യത്തുമ്പ്. അതിന് ശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ഇത് കറക്റ്റാണ്. നമ്മൾ 3/4 ഇഞ്ചാണ് ഇവിടെ
ബാക്കിനെക്കാട്ടിലും കൂടുതൽ ഇട്ടത്. ഇനി ബ്രസ്റ്റ് പോയിന്റ് വന്നിട്ട് 10.5 ഇഞ്ചാണ്, അതൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് 3.25 ഇഞ്ച്, ഇവിടെ അതിന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ കോർണറിലേക്കും അതേപോലെ ഷേപ്പ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് 30 ഇഞ്ചിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും തയ്യത്തുമ്പ് പോവും, ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് തയ്യത്തുമ്പ് പോവും. അപ്പോൾ ബാക്കിയുള്ളത് അളന്ന് നോക്കുക. ഇവിടെ 3 ഇഞ്ചിന് ഒരു പോയിൻറ്റ് കുറവാണ്, അത് ഇവിടെ വെച്ചിട്ട് അളക്കാം. 7.5 ഇഞ്ച്. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടാൽ മതി. ഇനി വന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് ഒന്ന് അളന്ന് നോക്കാം. ഇത് വന്നിട്ട് 4.25 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് അളക്കാം. ഇവിടെ 5 ഇഞ്ചാണ് വരുന്നത്, അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ബാക്ക് പോർഷൻ എടുക്കുക, എന്നിട്ട് ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഈ മാർക്കിൽ നിന്ന് ഈ 1/4 ഇഞ്ചിലേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഇവിടെയും വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യരുത്, ഇവിടെ ഒരു നമുക്കൊരു 1/2 ഇഞ്ച് അധികം നിർത്തണം. അപ്പോഴാണ് നമുക്കിത് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ആം ഹോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത്രേ വരുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് അധികം നിർത്തുക. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് നിർത്തുക. അത് ഞാൻ കാണിക്കാം. ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഈ അടയാളം രണ്ടും ഒപ്പം വരണമെങ്കിൽ ഇവിടെ നമ്മൾ അല്പം കൂടുതൽ ഇടണം. ഇനി ഇതിൻ്റെ സ്ലീവ് കൂടെ കട്ട് ചെയ്യാം. കുറച്ച് പഫാണുള്ളത്, അപ്പോൾ ഇവിടെ മാത്രമാണ് പഫ് വരുന്നത്. അപ്പോൾ നമുക്കതിന് ഒരു 3.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യാം. അതിനുശേഷം ആം ഹോൾ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ കയ്യിറക്കം വരുന്നത് 14 ഇഞ്ചാണ്. 14 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ 14.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ തയ്യത്തുമ്പോൾ കമ്മിയാണ്, നമുക്കിവിടെ കൈ അല്പം ജോയിൻ്റ് ചെയ്യണം. ഇനി നമുക്ക് ആം ഹോൾ വേണ്ടത് 16 ഇഞ്ചാണ്. അതായത് 16 ഇഞ്ച് അളന്നെടുത്തത്, അതിന് 1/2 ഇഞ്ച് കൂടുതൽ വേണം, 16. 16ൻ്റെ പകുതി 8.25. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. 8 ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് ഷേപ്പ് എടുക്കുമ്പോൾ നമുക്ക് 1/4 ഇഞ്ച് ഇവിടെ കിട്ടും. ഇനി ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് ഒരു പോയിൻറ്റും. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഈ സ്കെയിൽ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വീണ്ടും അതേപോലെ വരയ്ക്കുക. ഇനി അതിനുശേഷം ഇവിടെയും നമുക്ക് അതുപോലെ വരയ്ക്കാം. ഇനി ഇവിടെ നിന്ന് ഇതുവരേക്കാണ് നമ്മൾ പ്ലേറ്റുകൾ ഇടുന്നത്. സ്ലീവിൻ്റെ മൗത്ത് വന്നിട്ട് 10.5 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ പകുതി 5.25 ഇഞ്ച്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം.
ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.